ഭാര്യ ഭർത്താക്കന്മാരും സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ശീലിക്കുന്നവരാണെങ്കിൽ അത്ഭുതകരമായ മണപ്പത്തായിരിക്കും തമ്മിലുണ്ടാവും. നിങ്ങൾ രണ്ടാഴ്ച ഈ വിഷയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. കല്യാണം കഴിച്ച ഉടനെ മാത്രം സ്നേഹം പോരാ. കല്യാണം കഴിച്ച ഉടനെയൊക്കെ ബസ്സിലെല്ലാം പോയി കുറച്ച് ദൂരെ പോവാണ്. അങ്ങനെ കണ്ടക്ടർ ടിക്കറ്റിൽ എടുത്ത് പോകുമ്പോ ഭർത്താവ് ഭാര്യന്റെ തലണ്ടാടമെല്ലാം ചിരിച്ചിട്ട് ചോദിക്കും, ശരിക്കും നമ്മൾ 2 ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെ, നമ്മ ഒന്നല്ലേ. സ്നേഹം ഇങ്ങനെ തുളുമ്പൻ. ഒരു 2 മക്കളെല്ലായ ഭാര്യനോട് ഭർത്താവ് പറയും, നീ മുമ്പിലത്തെ സീറ്റിലിരുന്നോ? അല്ല, ഇത്ര പെട്ടെന്ന് 2 എന്ന് ആരും കണ്ടുള്ളൂടെ, നീ ഒന്ന് തോന്നുന്നു. ഒരു 5 പറയും, നീ ആദ്യത്തെ ബസ്സിൽ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. തീർന്ന്. ഇത് നമ്മളെ കുടുംബജീവിതം. ഭർത്താവിന്റെ ഡ്രസ്സ് ശരിക്കും എടുത്തു വെച്ചാൽ മതി, എന്നാൽ നിങ്ങൾക്ക് എല്ലാ സ്നേഹവും ഭർത്താവിന്റെ കിട്ടും. ഇപ്പൊ ഇവിടെയുള്ള പുരുഷന്മാര് വിചാരിക്കുന്നുണ്ടോ, പറഞ്ഞോട് പുസ്തകം പറഞ്ഞോട്ട് നിങ്ങൾക്ക് വെടിയുണ്ട പോലത്തെ വേറെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പടെ സമാധാനിച്ചു. ഇത് ചില അലമാറയെല്ലാം തുറക്കുമ്പോ അലക്കിയതും അലക്കാത്തതും ചെറുതും വലുതും അടിയിൽ മേലെ എല്ലാം വീഴും. ഓൻ എന്നെ പറയും, ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് നല്ലവർ എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. അടുത്തൊരു വാക്ക് പറയുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും നല്ല കുടുംബനാഥനായി ജീവിച്ച ആളാ ഞാൻ. നിങ്ങൾ വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്ക്. ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനോട് ചോദിച്ചു നോക്കി, എങ്ങനെയായിരുന്നു തങ്ങൾ കുടുംബത്തോടൊപ്പം? ഉർവത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, തങ്ങൾ വീട്ടിൽ പാത്രം ശരിയാക്കും, ചെരുപ്പ് ശരിയാക്കും, ഇങ്ങനെ ആടിനെ കറക്കും. ആണുങ്ങന്മാര് കേൾക്കണ്ടല്ലോ. കുടുംബത്തെ കുറിച്ച് ആഖിറത്തിൽ ചോദ്യമുണ്ടോ? കുടുംബത്തെ കൊണ്ട് സ്വർഗത്തിൽ പോകണം. അതിന് ദീൻ നമ്മുടെ വീട്ടിൽ